ഇനി വൈകിക്കണ്ട, മഴ നിക്കണ ലക്ഷണം കാണുന്നില്ല. വസുന്ധരേ, അവസാനമായിട്ട് ഞാനൊന്ന് കണ്ടോട്ടെ അവളെ. എല്ലാ പാവങ്ങളും വെച്ച് പറഞ്ഞ് ആ കാലിലൊന്ന് തൊട്ടോട്ടെ ഞാൻ. എന്റെ മോള്, നിന്റെ മുഖം കണ്ടുപോയാൽ പല ലോകത്തും എന്റെ കുട്ടിക്ക് മോശം ഉണ്ടാവില്ല. നോക്കി നിൽക്കാൻ അടിച്ച് പുറത്താക്കണം. പറയണത് ഒന്ന് കണ്ടോട്ടെ അവളെ. വരുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു. കയറി വരിക. എവിടെ അവൾ? ആ ദിവ്യഗർഭം ധരിച്ച ഗന്ധർവ സ്ത്രീ, വിളിക്കവളെ. സംയമനത്തിന്റെ ഭാഷയല്ലേ ദേവനാരായണ നമുക്ക് നല്ലത്. കയറിയിരിക്കുക. ശാന്തമായ മനസ്സോടെ നമുക്കൊരു തീരുമാനം എടുക്കാം. വേണ്ട, ഞാൻ തന്നെ നടത്തി കാണിച്ചു തരാം സ്മാർത്ഥ വിചാരം. നിൽക്കുക. ആരാ അവിടെ? സീതാലക്ഷ്മി ഇവിടെ കൊണ്ടുവരിക. പറയടി, ആരാ നിന്നെ ദിവ്യഗർഭം ധരിപ്പിച്ചത്? പറയാൻ. ജീവശവം പോലെ നിൽക്കണ ഈ കുട്ടി എന്തു പറയാനാ? ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇവിടെ ഇത്രയും കാലം. മനസ്സിലാക്കാൻ ഞങ്ങളും വൈകി. സ്വീകരിച്ചേ മതിയാവൂ നീ ഇവളെ. മിണ്ടിപ്പോവരുത്. അറിയോ നിങ്ങൾക്ക്, ഈ ചിത്തഭ്രമക്കാരി കാരണം ചിതറിത്തെറിച്ചുപോയത് എന്റെ ജീവിത. അടിച്ചിറക്കി അഭിസാരികെ, എന്നിട്ട് നാലാൾക്ക് മുമ്പിൽ നിർത്തി സ്മാർത്ഥ വിചാരം നടത്തി പടിയടച്ച് പിണ്ണം വെച്ച് പുറത്താക്ക്. അല്ലെങ്കിൽ മേഴത്തൂർ മഠത്തിൽ ഒരു ഹോമകുണ്ഡം തീർത്ത് അതിലിട്ട് കത്തിച്ച് യാഗം നടത്ത്. ബ്രഹ്മദത്ത, ഇവൻ ഈ പടിപ്പുരയ്ക്ക് പുറത്ത് കിടക്കരുത്. പിതൃത്വ അവകാശപ്പെടാനില്ലാത്തൊരു കുഞ്ഞ് ജനിക്കണ്ട മേഴത്തൂര്. ആയുരാരോഗ്യ സൗഖ്യമൊന്നും വേണമെന്നില്ല. തളർന്നു കിടക്കുന്ന ഒരു പ്രാണം മാത്രം മതി. ഒരു അല്പ പ്രാണൻ അടിച്ചൊടിക്കണം അവന്റെ കൈയും കാലും. അപ്പു, എങ്ങോട്ടേക്കാ? മേഴത്തൂർക്ക്. ഇല്ല, എവിടേക്കും വിടില്ല നിന്നെ ഞാൻ. കണ്ണീര് കൊണ്ട് എന്റെ വഴിമുടക്ക്.
സീതാലക്ഷ്മി, 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 വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. സീതാലക്ഷ്മി, സീതാലക്ഷ്മി, ആരാത്? തിരുമേനി, 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 തിരുമേനി വന്നു, വീണ്ടും വന്നു. ദേവനാരായണൻ എന്ന മഹാഭാവി. അറിഞ്ഞു, ജയിലിൽ നിന്ന് അറിഞ്ഞ കാര്യം കാത്തിരിക്കായിരുന്നു ഞാൻ ഒരപേക്ഷയുണ്ട്, അതൊന്ന് നടത്തി തരണം. തൈലം തേച്ചും കുഴമ്പ് വരുത്തി ഒഴിഞ്ഞും ബലം വെപ്പിച്ചെന്ന നിന്റെ ആ വലത്തുണ്ടല്ലോ, അതുകൊണ്ട് ഈ സാധുവിന്റെ പ്രാണൻ ഒന്നെടുത്തു തരുമോ? വൈകിടോ ഈ കിടപ്പെടുക്കാൻ. കൊല്ലാൻ വന്നതല്ല തിരുമേനി. പിന്നെ എന്തിനു വന്നു നീ? നീ ചെയ്ത മഹാപാപം കാരണം പിഴച്ചുപെറ്റ ഒരു ഭ്രാന്തി പെണ്ണിന്റെ കണ്ണീര് കണ്ട് ചിരിക്കാനോ? ഞാൻ നിരപരാധിയാണ് സീതാലക്ഷ്മിയുടെ കാര്യത്തിൽ. വേണ്ട, നിന്നെ കാണണ്ട. ഞങ്ങൾക്ക് എല്ലാ സങ്കടങ്ങളും സഹിച്ച് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്. ഇപ്പൊ ഇറങ്ങിപ്പോയിക്കോണം. ഞാൻ പോകാനാ പറഞ്ഞത്. പൊയ്ക്കോ. സത്യം പറയടാ, ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്തത് നീയല്ലേ? പേഴത്തൂർ അമ്മയെ സാക്ഷി നിർത്തി എല്ലാ സത്യവും ഞാൻ പറയാം. ദാരിദ്ര്യം സഹിക്കാനാവാതെ അച്ഛമ്മയെയും 2 പെക്കന്മാരെയും കൊന്ന് ഞാനും ചത്താലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇവിടുന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അന്ന് ദേവേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയതോടെ സീതാലക്ഷ്മി പഴയ പോലെ ചിത്തപ്രഭത്തിലേക്ക് വഴുതി വീണു. ഒരു ദിവസം ഈശ്വര, എന്തൊരു വിധി. ഇനി നേരം വെളുക്കുന്നവരെ ഈ കിടപ്പ് കിടന്നു വന്നേ.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. ഹരി, നീ ഇവിടെ ഉണ്ടായത് എത്ര നന്നായി. പോയി കിടന്നോളൂ. ഇല്ല, എനിക്കതിന് കഴിയില്ല. വേഴത്തൂർ ഭഗവതിയാണ് ആ കുട്ടി. അങ്ങനെ ഞാനതിന് ഇന്നുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോ നീ എന്റെ കൂടെ ബോംബെക്ക് വരുന്നില്ലേ? നിനക്ക് നിന്റെ കുടുംബത്തിനും നിത്യദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഈ മഹാപാപം ചെയ്തിട്ട് വേണം എന്റെ കുടുംബം രക്ഷപ്പെടാൻ. നീ എന്ത് പാപം ചെയ്തു നീ പറയുന്നേ? നീ ഒന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നങ്ങനെ അടിക്ക. അതല്ലേ വേണ്ടു. എവിടെയുണ്ടവൻ? എവിടെയുണ്ടെന്നാ ചോദിച്ചേ? ദേവേട്ടനോ? വാ പോവാം. എവിടേക്ക്? മേഴത്തു. ഞാനിവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ടില്ലേ? ഇതിലും വലിയൊരു ജോലി നിനക്ക് ഇവിടെ ചെയ്തു വെക്കണം. വാ പോണം. നീ കാരണം തളർന്നു കിടക്കുന്ന മഹാമനുഷ്യന്റെ കാൽക്കൽ എനിക്ക് നിന്നെ ജീവനോടെ കൊണ്ടിടണം. സീതാലക്ഷ്മിയുടെ കുഞ്ഞിന്റെ അച്ഛനാരെന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. വാ. എന്നെ എന്റെ കുഞ്ഞിനെ അനാഥരാക്കരുത്. അമ്മേ, എല്ലാ മഹാപാപങ്ങളും തീരാനുള്ള ബലിയിടാൻ ഒരു നുള്ള കറുകയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുത്രഭാര്യയായിട്ട്, മകളായിട്ടോ, അല്ലെങ്കിൽ അടുക്കളപ്പുറത്ത് എവിടെയെങ്കിലും ഒരു ഭിക്ഷാന്തേഹിയായി ഈ രണ്ട് അനാഥരെ ഞാൻ എന്റെ അമ്മയെ ഏൽപ്പിക്കാം. ഇനിയെല്ലാം എന്റെ മൂകാംബികയുടെ ഇഷ്ടം. മോനെ